ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് +2 2022 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പം പാർट 1, 1 से 6 तक के प्रश्नों में से किन्हीं 4 के उत्तर लिखिए. प्रत्येक प्रश्न का 1 स्कोर. അപ്പം 1 to 6 വരെയുള്ള ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാതൃഭൂമി के रचयिता कौन है? मैथिली शरण गुप्त. 2, जमीन एक स्लेट का नाम है, किस विधा की रचना है? आत्मकथा. 3, सपने का भी हक नहीं कविता में मजदूरिन की नींद कैसे टूटी? बैन की नोटिस के आने पर. 4, किसने कैदी बाप को खत भेजा? അപ്പം ബേട്ടി ने अपने कैदी बाप को खत भेजा, അല്ലെങ്കിൽ കുൽസും ജമാനി ബേഗംനെ എന്നും എഴുതാം, കുഴപ്പമില്ല. ബേട്ടീനെ എഴുതുന്നതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. फिफ्थ क्वेश्चन, हिमांशु जोशी को कौन सा शहर भारतीय शहर जैसा लगा? पारामारिबो. सिक्स क्वेश्चन, राजबंदी प्यार से मुर्की को क्या बुलाती थी? बुलाकी എന്ന് വിളിക്കാറുണ്ട്. 7 से 10 तक के प्रश्नों में से सभी प्रश्नों के उत्तर लिखे. प्रत्येक प्रश्न का 1 स्कोर. അപ്പം 7 to 10 വരെയുള്ള ക്വസ്റ്റ്യൻസിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷന് ടോട്ടൽ 4 മാർക്സ് ആണ് ഉള്ളത്. 7th क्वेश्चन, इष्ट देव का इष्ट नैवेद्य क्या है? कुमुद फूल. 8th क्वेश्चन, राहगीरों को पानी कौन पिलाता है? स्कूटर वाला. 9th क्वेश्चन, कवि कूली को कैसे पहचानता है? नंबर से. 10th क्वेश्चन, दवा पार्ड में अस्पताल में कौन भर्ती हुआ? दवा ചാപ്റ്ററിൽ ആരാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്? കവി അനംഗ്. पार्ट 2, 11 से 15 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखे. प्रत्येक प्रश्न के 2 स्कोर. അപ്പം 11 to 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ഇതാണ്. അപ്പോൾ ടോട്ടൽ 6 മാർക്സ് ആണ് ഈ ഒരു സെക്ഷന് വരുന്നത്. 11th क्वेश्चन, खत क्या भेजा मेरी जान आंसूनामा था. 3 दफा सुनने के बाद भी दिल को करार नहीं आया. बादशाह ऐसा क्यों कहते हैं? ഇതിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾ എടുത്തെഴുതേണ്ട ആവശ്യമുള്ളൂ. ബാദ്ഷാ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ക്യൂങ്കി വ ഖത്ത് നഹി ഇക് ആസുനാമ ഥാ. അങ്ങനെ എഴുതി അവസാനിപ്പിച്ചാലും മതി, 2 മാർക്കല്ലേ ഉള്ളൂ. इसलिए बादशाह को 3 दफा सुनने के बाद भी करार नहीं आया. 12th क्वेश्चन, वह अब गिरमिटिया श्रमिकों की ही नहीं शासकों राष्ट्राध्यक्षों की भी भाषा बन गई है. लेखक ने सूरीनाम में हिंदी के महत्व के बारे में क्या कहा है? लेखक ने सूरीनाम में हिंदी के महत्व के बारे में कहते हुए कहा है, वहाँ के गिरमिटिया श्रमिक ही नहीं, वहाँ के शासक राष्ट्राध्यक्ष सभी हिंदी में बात करते हैं, അല്ലെങ്കിൽ उनकी भाषा बन गई है हिंदी. അങ്ങനെ എഴുതി അവസാനിപ്പിക്കാം. 13th क्वेश्चन, कल रजिस्ट्री के बाद वह जमीन अपनी कहाँ रह जाएगी? फिर दूसरों की जमीन में क्या जाना? पिताजी के इस कथन का क्या तात्पर्य है? അപ്പം നാളെ രജിസ്ട്രേഷന് ശേഷം ആ ഭൂമി നമ്മുടെ അല്ല ആയിരിക്കുക, പിന്നെ അത് വിറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരാളുടെ ഭൂമിയിലേക്ക് പോകുന്നതിൽ എന്താണ് ഉപയോഗം ഉള്ളത് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് പിതാജി ഇങ്ങനെ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ആൻസർ. നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി അദ്ദേഹത്തിന്റെ ആയിരിക്കില്ല, പിതാജിയുടെ ആയിരിക്കില്ല. പിന്നെ നാളെ വേറൊരാളുടെ ഭൂമിയിലേക്ക് നമ്മൾ എന്തിന് പോകണം? 14th क्वेश्चन, फिर कोई और स्त्री उसकी नजर में बैठ गई. मुर्की को दशहरे का मेला देखने के लिए ले गया और रात को सराय में छोड़ दिया. मुर्की सराय में कैसे पहुंच गई? അപ്പം മുർക്കി സരായിൽ, അതായത് ഒരു സത്രം, വഴിയമ്പലം പോലത്തെ സ്ഥലത്ത് എങ്ങനെ എത്തി എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ തന്നെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഒരു സ്ത്രീനെ മുർക്കിയുടെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടു. അപ്പം ആ സ്ത്രീയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, ഈ മേളയിൽ കൊണ്ടുപോയിട്ട് മുർക്കിനെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ സെന്റൻസ് ആക്കിയിട്ട് എഴുതാണ് വേണ്ടത്. 15th क्वेश्चन, खाना पीना साथ है, मरना जीना साथ है, सारी जिंदगी दोस्ती की विशेषताएं लिखे. दोस्तिയുടെ विशेषता എന്താണ്? दोस्त खाना पीना सब साथ में करते हैं, वे एक साथ मरते हैं और एक साथ ही जीते हैं. അങ്ങനെ എഴുതിയാൽ മതി. 16 से 18 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखे. प्रत्येक प्रश्न के 2 स्कोर.
അപ്പോൾ ഈ സെക്ഷനിൽ 16 to 18 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ആണ്. അപ്പോൾ മൊത്തം ഈ ഒരു സെക്ഷന് 4 മാർക്സ് ആണ് വരുന്നത്. സഹി മിലാൻ കരെ, കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. മഷ്ക് വാല സ്കൂട്ടർ, വ ഭട്ക ഹുവ പീർ, ഹാസ്യ വ്യംഗ്യ കഹാനി, ദവ. 17 ക്വസ്റ്റ്യൻ, പാത്ര സെ സംബന്ധിത് സഹി പ്രസ്താവ് ചുനെ. ആ ക്യാരക്ടറിനായിട്ട് മാച്ച് ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്ത് മാച്ച് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഫൂൽ ബേച്ച്നെ വാലി ലഡ്കി, പൂജ ദ്രവ്യ ബേച്ന, അനങ്ക് എന്താണ് കവിത സുനാന. അപ്പൊ ചാപ്റ്റേഴ്സും അതിലത്തെ ക്യാരക്ടേഴ്സും അവരുടെ പ്രത്യേകതകളും നിങ്ങൾക്ക് അറിഞ്ഞാലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുള്ളൂ. ഈസിലി സ്കോർ ചെയ്യാം, പക്ഷെ എല്ലാം അറിഞ്ഞിരിക്കണം. 18 ക്വസ്റ്റ്യൻ, മേരി ഓർ ബഡാത്തെ फूल और उसके मुखड़े दोनों को देख मैंने मुरझा रहे हैं दो सुरम्य सुकोमल रूप. यहाँ दो सुरम्य സുക്കോമൽ രൂപ് കോൺ കോൺസെ ഹെ. അപ്പോൾ മേളിൽ തന്നിട്ടുള്ള വരികളിൽ പറയുന്നുണ്ട് 2 കോമളമായിട്ടുള്ള പൂക്കള് വാടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വാടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് ഈ സുക്കോമൽ ഫൂൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്, എന്തിനൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് കുമുദ് ഫൂലിനെയും ഒന്ന് ആ കുട്ടിയുടെ മുഖത്തിനെയാണ്. कवि यहाँ कुमुद फूल और लड़की के चेहरे को मुरझाते हुए सुरम्य सुकोमल रूप कहते हैं എന്ന് എഴുതി അവസാനിപ്പിക്കാം. पार्ट 3, 19 से 23 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखिए, प्रत्येक प्रश्न के 4 സ്കോർ. അപ്പം ഈ ഒരു സെക്ഷനിൽ 19 തൊട്ട് 23 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ 12 മാർക്സ് ആണ്. 19 क्वेश्चन, ये कथन पढ़े और जमीन एक स्लेट का नाम है, पहाड़ के पिता के चरित्र पर टिप्पणी लिखें. कल रजिस्ट्री के बाद वह जमीन अपनी कहाँ रह जाएगी. खेतों में पहुंचकर वे सूर्यास्त तक उन खेतों में टहलते रहे. അപ്പം ഈ താഴെ തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിട്ട് ജമീൻ എക് സ്ലേറ്റ് കാ നാം ഹെ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പിത്തയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നലെ ഞാൻ ഒരു ആത്മകഥ, ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയിൽ +2 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ആത്മകഥയിലത്തെ പോയിന്റ്സ് നിങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള ഈ പോയിന്റ്സ്, അതായത് ഈ ഭൂമി രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആയിരിക്കില്ലല്ലോ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭൂമിയിൽ ഞാൻ എങ്ങനെയാണ് കടക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട് അത് വിൽക്കണേക്കാളും മുൻപ് അദ്ദേഹം ആ ഒരു വയലിൽ കൂടെ ഒക്കെ നടന്നു നോക്കുന്നു. ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. അപ്പോൾ 4 മാർക്സ് ആണ് ഉള്ളത്. ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക കേട്ടോ, എല്ലാ പോയിന്റ്സും കമ്പൈൽ ചെയ്തിട്ട്. അപ്പൊ ഇന്നലെ ആത്മകഥ ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നതുകൊണ്ട് ഇതിപ്പം എക്സ്ട്രാ ആൻസർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ ഈ 2 പോയിന്റ്സ് ഉൾപ്പെടുത്തി എഴുതേണ്ടതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഈ ചാപ്റ്ററിനെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. 20th क्वेश्चन, जीवन वृत्त पढ़े और आनंद बख्शी के बारे में एक अनुच्छेद लिखे. അപ്പം ഈ തന്നിട്ടുള്ള ഹിൻസ് വെച്ചിട്ട് ആനന്ദ് ബക്ഷിയുടെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആനന്ദ് ബക്ഷി എന്നിട്ട് ബ്രാക്കറ്റിൽ 1930 to 2002 എന്നുള്ളത് എന്തായിട്ട് കൊടുക്കുക, ടൈറ്റിലായിട്ട് കൊടുക്കുക. എന്നിട്ട് ഹിന്ദി के प्रसिद्ध कवि आनंद बख्शी का जन्म 1930 को रावलपिंडी पाकिस्तान में हुआ था. फिल्म फेयर IIFA पुरस्कार आदि उनको प्राप्त है. उनकी मृत्यु 2002 को मुंबई में हुई. അങ്ങനെ എഴുതിയിട്ട് അവസാനിപ്പിക്കാം. ഇനി അദ്ദേഹത്തെ കുറിച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അതും കൂടി ആഡ് ചെയ്യാം. 21st क्वेश्चन, पद पढ़े और सूरदास के वात्सल्य का वर्णन करें. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സെയിം പദമാണ്. അപ്പം ഈ പദിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ +2ന്റെ ചാപ്റ്റേഴ്സിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് എല്ലാം ആക്സസ് ചെയ്യാവുന്നതാണ്. ചില ചാപ്റ്റേഴ്സിലൊക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിലുള്ളതല്ലാതെ മോഡൽ ക്വസ്റ്റ്യൻസ് പോലെയും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ആവശ്യമുള്ളവർ താഴത്തെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. 22nd क्वेश्चन, कानों में चांदी की मुर्कियां पहने थी और नाक में सोने का छोटा सा बुलाक, मुर्की का रूप वर्णन करें. അപ്പം ചെവിയിൽ എന്താണ് സിൽവറിന്റെ മുറുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂക്കിൽ ഒരു മൂക്കുത്തിയും ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുത്, അത് ഗോൾഡിന്റെ മൂക്കുത്തിയായിരുന്നു. ഇനി മുറുക്കിയുടെ രൂപത്തെ കുറിച്ച് വർണ്ണിക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്താണ് ബ്ലാക്ക് സൽവാർ കമീസ് ഇട്ടിട്ടാണ് മുറുക്കി വന്നിട്ടുണ്ടായിരുന്നത്.
മുർക്കിയുടെ കാതില് മുർക്കി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മൂക്കില് ബുലാക്ക് ഉണ്ടായിരുന്നു, പിന്നെ 12 വയസ്സുള്ള കുട്ടിയായിരുന്നു, പെൺകുട്ടിയായിരുന്നു മുർക്കി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. 4 മാർക്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ വളരെ കുറച്ച് എഴുതേണ്ട ആവശ്യമുള്ളൂ. ആ കാര്യങ്ങൾ മുർക്കിയുടെ അപ്പിയറൻസിനെ കുറിച്ച് എഴുതാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ കോൺഫിഡൻ്റ് അല്ല നിങ്ങൾ എന്നുണ്ടെങ്കിൽ ചോയ്സിൽ അത് ഒമിറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. 23rd क्वेश्चन, रसोई यदि बैठक के निकट रखती तो पूजा का कमरा कहाँ होगा? कवितांश का तात्पर्य क्या है? അപ്പൊ ഇത് സപ്നെ കാ ഭി ഹക്ക് നഹി എന്ന് പറഞ്ഞ ആ ഒരു കവിതയിലെ വരികളാണ്. അപ്പൊ ആ ഒരു സ്ത്രീ സ്വപ്നത്തില് അവരൊരു വലിയ വീടുണ്ടാക്കുന്നതും അവിടെ മാർബിള് താഴെ നിലത്തിടുന്നതും പിന്നെ ഒരുപാട് റൂംസ് ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പൊ അതില് ചോദിക്കുന്നുണ്ട്, അതിൽ ആ സ്ത്രീ സ്വയം ചോദിക്കുകയാണ്, ബാഠക് എന്ന് പറയുമ്പോൾ എന്താ? സിറ്റ് ഔട്ടിന്റെ അടുത്തായിട്ട് കിച്ചൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൂജ ചെയ്യാനുള്ള പൂജാമുറി എവിടെയാണ് വെക്കുക എന്നുള്ളത്. അപ്പൊ ആ 4 ലൈനിന്റെ ജസ്റ്റ് സാരാംശം, ഇത് ഇന്ന കവിതയിൽ നിന്ന് എടുത്തതാണ്, ഇന്ന ആളാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്, ആ ഓഥറിനെ കുറിച്ച് പോയറ്റിനെ കുറിച്ച് എഴുതുക, എന്നിട്ട് ഈ വരികളുടെ സാരാംശം കൂടി എഴുതി അവസാനിപ്പിക്കുക കേട്ടോ. 24 से 25 तक के प्रश्नों में से किसी एक का उत्तर लिखे, 4 स्कोर. 24 to 25 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ട ആവശ്യമുള്ളൂ. അതിൽ ഒറ്റൊരു ക്വസ്റ്റ്യന് 4 മാർക്സ് ആണ്. 24th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അംഗ്രേസി ഖണ്ഡ് ക അനുവാദ് ഹിന്ദി മേ കരയെന്നാണ്, ട്രാൻസ്ലേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ജനറൽ ബിപിൻ റാവത്ത് വാസ് ദ ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യ കെ പെഹലെ രക്ഷാ പ്രമുഖ് ഥേ എന്നെഴുതാം. വാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഥേ എന്നാണ് ആഡ് ചെയ്യേണ്ടത്. He was born on 16th March 1958 in Uttarakhand. उनका जन्म 16 मार्च को 1958 में उत्तराखंड में हुआ था. His father Sri Lakshman Singh Rawat had also served in the army. उनके पिता श्री लक्ष्मण सिंह रावत भी भारत की सेना का हिस्सा रहे हैं എന്നെഴുതാം. ഹിസ്സ രഹേ ഹെ എന്ന് പറയുമ്പോൾ എന്താണ്? വാസ് എ പാർട്ട് ഓഫ് എന്നുള്ളതാണ്, അങ്ങനെയാണ് മീനിങ് വരുന്നത്. അപ്പം അതങ്ങനെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം, സെന്റൻസ് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട്. ജനറൽ റാവത്ത് ജോയിൻഡ് ഇൻ ഇന്ത്യൻ ആർമി ഇൻ 1978. जनरल रावत भारत की सेना में 1978 में भर्ती हुए എന്ന് വെച്ചാൽ എന്താണ്? ജോയിൻ ചെയ്തു എന്നാണ്. He died in a helicopter crash on 8 December 2021 in Konur district of Tamil Nadu. उनकी मृत्यु एक हेलीकॉप्टर दुर्घटना में हुई जो 8 दिसंबर 2021 को तमिलनाडु के कोनूर जिले में हुई थी. അങ്ങനെ എഴുതി അവസാനിപ്പിക്കുക. അപ്പോൾ ഇത് ഇത്രയും കൂടെ കഴിഞ്ഞ മോഡൽ എക്സാമിനേക്കാൾ ഇത്രയും കൂടെ കമ്പാരിറ്റീവ്ലി ടഫായിട്ടുള്ളൊരു പാസേജ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ താഴെയുള്ള ഹൈക്കൂന്റെ ആശയം എഴുതിയാൽ മതി. 25th ക്വസ്റ്റ്യനിൽ ഒരു ഹൈക്കു തന്നിട്ടുണ്ട്, അതിന്റെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻപേ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. പാർട്ട് 4 26 से 29 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखे, प्रत्येक प्रश्न के 6 स्कोर. 26 to 29 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് ഇതാണ്. ടോട്ടൽ 18 മാർക്സ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. 26th क्वेश्चन, शहरी लड़का मुर्की को सराय में छोड़कर चला गया, मुर्की राजवंदी के घर वापस आई. इस प्रसंग में മുർക്കി और രാജ്വന്തി के बीच का वार्तालाप लिखें. ആ ഒരു ടൗണിലെ ഒരു ചെറുക്കനായിട്ട് മുർക്കി ഒളിച്ചോടിയിരുന്നു, എന്നിട്ട് അയാൾ മുർക്കിനെ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം മുർക്കി രാജ്വന്തിയുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പം മുർക്കിയും രാജ്വന്തിയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് ആ ഒരു ചാപ്റ്ററിൽ. അപ്പം നിങ്ങൾ അതൊന്ന് നോക്കുക. 27th क्वेश्चन, शादी की तैयारियां देखकर दीदी का मन संघर्ष से भरा, अपने संघर्ष के बारे में दीदी आत्मकथा में लिख रही है. संकेतों के आधार पर दीदी का ആത്മകഥാംശ लिखें. അപ്പം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ദീദിയുടെ ആത്മകഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജമീൻ എക് സ്ലേറ്റ് കാ നാം ഹേ ദീദിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭായി और माता पिता का प्यार, परिवार से बिछुड़ने का दुख, ससुराल के प्रति आशंका.
അപ്പം ഇത് ആത്മകഥയായിട്ടല്ല, പക്ഷെ ഒരു ഡയറി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലത്തെ കാര്യങ്ങൾ തന്നെ ആത്മകഥാ രൂപത്തിൽ എഴുതിയാൽ മതി കേട്ടോ. അപ്പം ഡയറിയിൽ എന്താണ് ഡേറ്റും അതുപോലെ തന്നെ ദിവസവും എഴുതണമല്ലോ. ചിലപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഡയറി ആയിട്ടോ ലെറ്റർ ആയിട്ടോ ചോദിച്ചു വന്നിരിക്കാം. അപ്പോൾ എന്ത് ഫോർമാറ്റിലായാലും മാറ്റി എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് അറിയണ്ടേ. പക്ഷെ സമ്മറി മെയിൻ ആയിട്ട് എന്താന്ന് മനസ്സിലാക്കി വെക്കുക. आज मेरा मन संघर्ष से भरा है. 4 दिन में मेरी शादी है. उसके बाद मैं इस घर और मेरे परिवार के लिए पराई हो जाऊंगी. मैं ससुराल और पति की അമാനത്ത് ബൻ ജാവുങ്കി. അപ്പോൾ ദീദിയുടെ മനസ്സിലെ സംഘർഷങ്ങളല്ലേ എഴുതേണ്ടത്. അപ്പോൾ ദീദി ഡയറിയിൽ എഴുതിയിരിക്കുന്നത്, ഇന്ന് എൻ്റെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളാണ് ഉള്ളത്. 4 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ വിവാഹമാണ്. അതിനുശേഷം ഞാൻ ഈ വീട്ടിലെ കുട്ടിയായിരിക്കില്ല. ഞാൻ എന്താണ് സസുറാല്, അതായത് ഇൻലോസിൻ്റെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും അമാനത്ത് എന്ന് വെച്ചാൽ സ്വത്തായിട്ട് മാറും എന്നുള്ളതാണ്. मेरे माँ पापा ने मुझे कितने प्यार से बड़ा किया था. भाई के साथ जो मेरा समय गुजरा है वह सबसे यादगार है. അപ്പം എൻ്റെ അമ്മയും അച്ഛനും എന്നെ എത്ര സ്നേഹിച്ചാണ് വളർത്തിയത്. എൻ്റെ ബ്രദറിനായിട്ട് ഞാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം യാദ്ഗാറാണ്. യാദ്ഗാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറബിൾ ആയിട്ടുള്ളതാണ്, എന്നും ഞാൻ ഓർത്തിരിക്കുന്ന മൊമെന്റ്സ് ആണത്. ഹമാരെ ബീച്ച് കി നോക്ക് ജോക്ക് ഓർ छोटी मोटी ലഡായിയാ കിത്തനെ പ്യാരേ थे. ഞങ്ങളുടെ ഇടയിൽ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ എന്ത് രസമായിരുന്നു എന്ന് दीदी എഴുതിയിരിക്കുകയാണ്. बड़े बुजुर्ग हमेशा से कहते आए हैं कि बेटियां खानदान के लिए बोझ है, मगर मैं मानती थी कि बेटियां परिवार की अमानत है और आगे चलकर मैं कभी अपने परिवार के लिए बोझ नहीं बनूंगी. മുതിർന്ന ആളുകൾ എപ്പോഴും പറയാറുണ്ട്, പെൺകുട്ടികൾ അവരുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബേർഡൻ ആണ്. ബോജ് എന്ന് പറയുമ്പോൾ ഒരു ബേർഡൻ അല്ലെങ്കിൽ ഒരു ഭാരമാണ് എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് പെൺകുട്ടികൾ ഒരിക്കലും ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമല്ല, അവരുടെ സ്വത്താണ് എന്നാണ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാനും ഫ്യൂച്ചറിൽ എൻ്റെ ഫാമിലിക്ക് ഒരു ഭാരമായിട്ട് മാറും എന്ന്. पर वही हुआ. പക്ഷെ അതന്നെയാണ് ഉണ്ടായത്. ഞാൻ ആലോചിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. പരിവാർ വാലോं के लिए बोझ बनकर विदा होना ही मेरी नियति है. അപ്പോൾ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ ഒരു ഭാരമായിട്ട് ഇവിടെ നിന്ന് വിട്ടു പോവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിയതി എന്ന് പറയുമ്പോൾ വിധി എന്നാണ് അതിൻ്റെ അർത്ഥം. शादी के खर्चे के लिए पिताजी को अपना जमीन बेचना पड़ा, वह भी बहुत कम दाम में. അപ്പം ഈ ഒരു കല്യാണത്തിനുള്ള ചെലവുകൾ വഹിക്കാൻ വേണ്ടിയിട്ട് അച്ഛന് അച്ഛൻ്റെ സ്ഥലം വിൽക്കേണ്ടതായിട്ട് വന്നു, അതും വളരെ കുറച്ച് പൈസയ്ക്ക്. मैं इस बात के लिए सबसे अधिक दुखी हूँ. ഇത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. आज मेरे मन की संघर्ष की सबसे बड़ी वजह ससुराल की चिंता है. ഇന്നാണെങ്കിൽ എൻ്റെ മനസ്സിലെ സംഘർഷത്തിന് ഏറ്റവും വലിയ കാരണം എൻ്റെ സസുരാലിനെ കുറിച്ചിട്ടുള്ള ആകുലതയാണ്. ഇപ്പൊ ചിന്ത എന്ന് പറയുമ്പോൾ ഹിന്ദിയിലെ തോട്ട് എന്നുള്ള ഒരു മീനിങ് അല്ല, മലയാളത്തിലെ ചിന്ത എന്നുള്ള അർത്ഥമല്ല. ഇവിടെ ആകുലപ്പെടുക അല്ലെങ്കിൽ വേവലാതി എന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനത്തെ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഷാദി കെ ബാദ് മുझे वही रहना है, वह घर मेरे लिए नया है. क्या वहाँ का माहौल मेरे घर से बहुत अलग होगा. അപ്പം വിവാഹത്തിന് ശേഷം ആ ഇൻലോസിന്റെ വീടാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. ആ വീട് എനിക്ക് പുതിയതാണ്. അപ്പം അവിടുത്തെ മാഹോൽ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയർ എന്നാണ്. അപ്പം ആ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എൻ്റെ വീടിനോട് സിമിലർ ആയിരിക്കുമോ അതോ ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കുമോ. വഹാ മുझे बहुत जिम्मेदारियां उठानी होगी. അവിടെ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടതായിട്ട് വരും. ക്യാ ഉൻകെ മാ ബാപ്പ് മുझे अपना पाएंगे. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ. ക്യാ मैं उन्हें अपना पाऊंगी. എനിക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ. हाँ मैं कर सकती हूँ. मैं पत्नी, बहू, भाभी, जेठानी, देवरानी जैसे सभी भूमिकाएं പൂരി ശ്രദ്ധാസെ നിഭാവുങ്കി. എന്നിട്ട് സ്വയം പറയാണ് എനിക്കിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനാണെങ്കിൽ അവിടെ മകള്, മരുമകള്, പത്നി, അതേപോലെ തന്നെ ദേവ്രാനി, ജഠാനി എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ ഭാര്യ, അനിയൻ്റെ ഭാര്യ, അങ്ങനെയുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നതാണ്. ആ റോൾസൊക്കെ ഫുൾ ഇഷ്ടത്തോടെ തന്നെ ഞാൻ ചെയ്യും. मैं अपने माता पिता का सर झुकने नहीं दूंगी. हे भगवान, अपने परिवार से बिछुड़ने का गम सहने की हिम्मत मुझे दे देना. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരു നാണക്കേട് ഉണ്ടാക്കില്ല, അവരെ തല കുനിക്കാനായിട്ട് ഇടവരുത്തില്ല
എന്നാണ് പറയുന്നത്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഫാമിലിയുടെ അടുത്തു നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഗം എന്ന് വെച്ചാൽ എന്താണ്, വിഷമം. ആ വിഷമം സഹിക്കാനായിട്ടുള്ള ധൈര്യം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആജ് കെ ലിയെ ബസ് ഇത്നാ ഹി, ഏക് ഓർ നിദ്രാഹീൻ രാത് കി ഓർ. ഇന്ന് ഇത്രയാണ് എഴുതുന്നുള്ളൂ, വീണ്ടും ഒരു ഉറക്കമില്ലാത്ത രാത്രിയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡയറി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ പല ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിട്ട് മാറും. 28 क्वेश्चन. आपके स्कूल में NSS यूनिट द्वारा 10 जनवरी को विश्व हिंदी दिवस का आयोजन हो रहा है. स्कूल के प्राचार्य इसका उद्घाटन करेंगे. इसके लिए उचित पोस्टर तैयार करें. അപ്പോൾ പോസ്റ്ററിന്റെ ഫോർമാറ്റ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക, പോസ്റ്ററിന് കൊടുക്കുക, എന്നിട്ട് സ്കൂളിന്റെ പേര്, താഴെ എന്താണ് പ്രോഗ്രാം എന്നുള്ളത് കൊടുക്കണം. അപ്പൊ ഇവിടെ ആണെങ്കിൽ വിശ്വ ഹിന്ദി ദിവസ് കാ ആയോജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആചരൺ എന്ന് കൊടുക്കാം. താഴെ കാര്യക്രം എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടൻ അതാരാണ് ചെയ്യണത്, പ്രാചാര്യാണ് ചെയ്യണത്. പിന്നെ അതിന്റെ സമയ, സ്ഥാൻ, സബ്കാ ഹാർദിക് സ്വാഗത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് അവസാനിപ്പിക്കുക. 29 क्वेश्चन. ഗദ്യാംശ് പഠേ ഓർ സംക്ഷേപൻ കരേ. അപ്പൊ താഴെ തന്നിട്ടുള്ള ഗദ്യം വായിച്ചിട്ട് അതിന്റെ സംക്ഷേപം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കൈ വർഷോ പെഹലെ हमने नियति को मिलने का एक वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाएं. पूरी तरह ना सही लेकिन बहुत हद तक आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उठेगा. ഈ ഒരു പാരഗ്രാഫിനെ 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. സത്യത്തിൽ ഇവിടെ ഒരു പാരഗ്രാഫ് ഒന്നുമില്ല, ഒറ്റൊരു സെന്റൻസേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പം സ്വതന്ത്രത കി നെയ് സുബ എന്നൊരു ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് താഴെ എഴുതുക, ഭാരത് കോ സ്വതന്ത്ര കർനെ കാ എക് വാദ ഹംനെ കിയാ ഥാ, ആജ് രാത് 12 ബജെ ഭാരത് ജീവൻ ഓർ സ്വതന്ത്രത കി നെയ് സുബ കെ സാത്ത് ഉഠേഗ. അത്ര എഴുതിയാൽ മതി. അതിനിടത്തെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 30 से 32 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखिए. प्रत्येक प्रश्न के 6 स्कोर. 30th क्वेश्चन തൊട്ട് 32nd ക്വസ്റ്റ്യൻ വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അതിന് ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് ഇതാണ്. അങ്ങനെ ടോട്ടൽ 12 മാർക്സ് ആണ്. സഹി മിലാൻ കരേ, സർട്ടിഫിക്കറ്റ്, പ്രമാൺ പത്ര, ഡിസ്കൗണ്ട്, ബട്ട, റേഷ്യോ, അനുപാത്, ഓൾജിബ്ര, ബീജ് ഗണിത്, വൈറസ്, വിഷാണു, ऑड नंबर, विषम संख्या. 31st क्वेश्चन. सिल्वर कंपनी की ओर से बाजार में एक इलेक्ट्रिक स्कूटर आने वाली है. इसकी बिक्री बढ़ाने के लिए विज्ञापन तैयार करें. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോയിലും ഈ വിജ്ഞാപന്റെ ഫോർമാറ്റ് നമ്മൾ ഷെയർ ചെയ്തതാണ്. അതിനും ബേസിക് ആയിട്ട് ഒരു ബോക്സ് വരയ്ക്കണം. എന്നിട്ട് നയ ഇലക്ട്രിക് സ്കൂട്ടർ എന്നൊരു മെയിൻ ഹെഡിങ് പോലെ കൊടുക്കുക. എന്നിട്ട് താഴെ എഴുതുക സിൽവർ കമ്പനി കി ഓർ സെ, അല്ലെങ്കിൽ സിൽവർ കമ്പനി കി ഓർ സെ നയ ഇലക്ട്രിക് സ്കൂട്ടർ. എന്നിട്ട് വിശേഷതായി എന്ന് എഴുതിയിട്ട് എന്താണ്, 60 കിലോമീറ്റർ മൈലേജ്, ബഡിയ എഞ്ചിൻ ക്ഷമത, ഫുൾ ചാർജ് മേ 200 കിലോമീറ്റർ തക് ദോഡ്ന. ആ കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഒരു റാൻഡം ആയിട്ടുള്ള വാല്യൂ അതിന്റെ പ്രൈസ് ആയിട്ട് സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അത്രയാണ് വിജ്ഞാപനിൽ വേണ്ടത്. എന്നിട്ട് താഴെ ഒരു കൺക്ലൂഡിങ് സെന്റൻസും കൂടെ, ആൾക്കാരെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള സെന്റൻസ് കൊടുക്കുക. ജൽദ് ഹി ഖരീദേ കം ദാം മേ, ബച്ചത് കരേ, അങ്ങനെയൊക്കെ എഴുതുക. ബച്ചത് കരേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. क्वेश्चन नंबर 32. संकेतों के आधार पर परिश्रम का महत्व विषय पर लेख लिखें. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഹിൻസിനെ ബേസ് ചെയ്തിട്ട് പരിശ്രമത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ടുള്ള ഒരു ലേഖ എഴുതാനാണ് പറയുന്നത്. പരിശ്രം ജീവൻ കി സഫലത. അപ്പം ട്രൈ ചെയ്യുന്നതിലൂടെ, പരിശ്രമിക്കുന്നതിലൂടെയാണ് ജീവിതത്തിൽ സക്സസ് കിട്ടുന്നത്. മെഹനത് കർനെ വാലെ മസ്ദൂർ, റെയിൽവേ കൂലി, കിസാൻ ആദി. അപ്പം ഈ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന കൂലി, അതുപോലെ തന്നെ കർഷകര്, പിന്നെ സ്ഥിരം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികള്, ഹർ കാം കാ അപ്ന അപ്ന മഹത്വ, അങ്ങനെ എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്ന രീതിയിൽ ഒരു ലേഖ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പറയുന്നത് പോലെ തന്നെ ലേഖ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുൻകൂട്ടി പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. കാരണം ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പകുതി വെച്ച് എഴുതാൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയും ടൈമും എഫേർട്ടും പോവുകയാണ് ചെയ്യുന്നത്. അതിലും ഈസിലി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന 2 എണ്ണവും. അപ്പം സ്മാർട്ടായിട്ട് ടൈം
മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ല ലാംഗ്വേജ് ഉണ്ട്, നന്നായിട്ട് നോളജ് ഉണ്ട് എന്നുള്ളവർക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. അല്ലാത്തവർ മുകളിലത്തെ 2 ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ടൈമും പോവില്ല. ഇതാവുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 33 से 35 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखिए, प्रत्येक प्रश्न के 8 स्कोर. അപ്പം 33 to 35 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 8 മാർക്കാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 16 മാർക്സ് ആണ് ഈ ഒരു സെക്ഷന് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33, കവിതാൻഷ് की ആസ്വാദൻ टिप्पणी लिखे. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് എന്താ, മാതൃഭൂമി കവിതയുടെ ലൈൻസ് ആണ്. ഇതിന്റെ ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് പറയുന്നത്. 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹെഡിങ് കൊടുക്കാം, എന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ പോയറ്റിനെ കുറിച്ച് എഴുതുക. അത് കഴിഞ്ഞിട്ട് മാതൃഭൂമിയുടെ ആസ്വാദൻ ടിപ്പണി എഴുതുക. 34th क्वेश्चन, बेटी की और जमीन की विदाई पर पिता दुखी है, वह अपना दुख डायरी में लिखता है, वह डायरी लिखे. സ്ഥലവും വിൽക്കേണ്ടി വന്നു, പിന്നെ മകളെ വിട ചെയ്ത് പറഞ്ഞു വിടാണ്, ഇൻലോസിന്റെ അവിടേക്ക് പറഞ്ഞു വിടാണ്. ഈ 2 ദുഃഖവും അച്ഛനിപ്പോൾ ഉണ്ട്. ഇതെല്ലാം അദ്ദേഹം ഒരു ഡയറിയിൽ എഴുതുകയാണെങ്കിൽ ആ ഡയറി എങ്ങനെയായിരിക്കും എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. बेटी की शादी होना, जमीन की बिक्री, पैसे की कमी, जमीन और बेटी से लगाव. അപ്പം മകളുടെ വിവാഹം, ഈ സ്ഥലം വിൽക്കേണ്ടി വന്നത്, പൈസ ഇല്ലാതെ വന്നത്, അതുപോലെ തന്നെ ഈ ഭൂമിയും അതുപോലെ തന്നെ മകളും രണ്ടുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഫെക്ഷൻ, ഇഷ്ടം, അതിനെക്കുറിച്ചൊക്കെയാണ് ഡയറിയിൽ എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ വീഡിയോന്റെയും ലിങ്ക് എന്ന് വെച്ചാൽ ആ പ്ലേലിസ്റ്റ്, ഇതെല്ലാം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചാപ്റ്റേഴ്സും എല്ലാം കൂടെ ഒറ്റൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ആൻസർ ആയിരുന്നു ആത്മകഥ. അത് 4 മാർക്സോ 6 മാർക്സോ അങ്ങനെ എന്തോ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി നോക്കുക. പക്ഷെ ആ കാര്യം തന്നെ ഒരു ഡയറിയുടെ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പറ്റും. ഈ പറയുന്ന 4 പോയിന്റ്സ് എന്തായാലും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. 35th क्वेश्चन, विश्व हिंदी सम्मेलन के बाद लेखक अपने अनुभव के बारे में मित्र को पत्र लिखता है, वह पत्र लिखे. सम्मेलन का अनुभव, राष्ट्रपति का भाषण, हिंदी का प्रचार, हिंदी के प्रति सूरीनामी लोगों का प्रेम. അപ്പം ഈ വിശ്വ ഹിന്ദി സമ്മേളനം അറ്റൻഡ് ചെയ്തതിന് ശേഷം ലേഖകൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനൊരു ലെറ്റർ അയക്കുന്നു. ആ ലെറ്റർ എഴുതാനാണ് പറയുന്നത്. ഉൾപ്പെടുത്തേണ്ട കാര്യം ഈ സമ്മേളനത്തിന് പോയപ്പോഴുള്ള അനുഭവം, അതിലെ രാഷ്ട്രപതി സംസാരിച്ച കാര്യങ്ങൾ, ആ നാട്ടിലെ ഹിന്ദിക്കുള്ള പ്രചാരം, അതുപോലെ തന്നെ ഹിന്ദിക്ക് പ്രതി സൂരിനാമി ലോകോ കാ പ്രേം, അവിടുത്തെ ആളുകൾക്ക് എന്താണ് ഈ ഹിന്ദിയെ പ്രതിയുള്ള ഇഷ്ടം, ഈ കാര്യങ്ങളൊക്കെയാണ് ലെറ്ററിൽ എഴുതേണ്ടത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനെ കുറിച്ചിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഡയറിയോ അങ്ങനെ എന്തോ. പക്ഷെ അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഒരു ലെറ്ററാണ്. കറക്റ്റ് ഫോർമാറ്റിൽ എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ ആണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ഞാൻ പിന്നെയും ഡിസ്കസ് ചെയ്തിട്ട് ടൈം കളയുന്നില്ല. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കുക കേട്ടോ. സെയിം ഇതേ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് നിങ്ങൾക്ക് ഡയറി ആയിട്ട് ചോദിക്കാം, അതുപോലെ തന്നെ ലെറ്റർ ആയിട്ടും ചോദിക്കാം, പല കാര്യങ്ങളായിട്ട് ചോദിക്കാമല്ലോ. അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ കുറിപ്പായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം ഒന്ന് എഴുതൂ എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ സൂരിനാമിലെ ഹിന്ദിയുടെ പ്രചാരത്തെ കുറിച്ച് ചോദിച്ചാലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇതിൽ മോസ്റ്റ്ലി എല്ലാ ആൻസേഴ്സും തന്നെ മുൻപേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇൻ കേസ് ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഞാൻ മുൻപ് പ്രൊവൈഡ് ചെയ്യാത്തതുണ്ട്, ബൈ മിസ്റ്റേക്ക് എങ്ങാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കോമെന്റ് സെക്ഷനിൽ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന് സെപ്പറേറ്റ് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം പറ്റുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.